ശരിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഫാസ്റ്റിംഗ് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്? ബോഡി ഹീലാവാൻ. പിന്നെന്തെങ്കിലും ഉണ്ടോ? എന്തിനാ ഉപവസിക്കുന്നത്? റെസ്റ്റ് കൊടുക്കാൻ. ഓക്കെ. പിന്നെ ഡീടോക്സിഫൈ ചെയ്യാൻ. പിന്നെ എന്തൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ? ഫുഡ് കഴിക്കാതിരിക്കാൻ, കുക്കിംഗ് ചെയ്യാതിരിക്കുക. ഓക്കെ. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്? അതൊരു നമ്മുടെ മനസ്സിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാതും ചെയ്തു കഴിയുമ്പോൾ പാസികത കഴിയും. ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ മനസ്സിന്റെ ലെവലിൽ നമ്മളൊരു ഇത്തിരി ഹൈ ആവും. ഫാസ്റ്റിംഗ് സമയത്ത് സ്ട്രെസ് ഫ്രീ ആവുന്നതായിട്ട് കണ്ടു. ഓക്കെ. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ചെയ്യാം. പിന്നെന്തൊക്കെ ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ? ഇപ്പോൾ ഇവിടെ ഓരോരുത്തരും ഫാസ്റ്റിംഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പം അരുണ ചേച്ചി പറഞ്ഞു എനിക്ക് ഫാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ ഫാസ്റ്റിംഗ് ചെയ്യണം എന്നൊരു ഇഷ്ടം പറയുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലുള്ളത് എന്നുള്ളതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. വെയിറ്റ് കുറയണം, ശരീരം കുറയാൻ വേണ്ടിയിട്ട്. വാസ്തവത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ റെസ്റ്റ് എന്ന് തന്നെ മനസ്സിലാക്കുന്നതാണ് ശരി. എല്ലാ തരത്തിലും ഉള്ള അധ്വാനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക, അതാണ് ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഉപവാസം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഉപവാസം, അടുത്ത് വസിക്കുക എന്നുള്ളതാണത്രേ. അടുത്ത് വസിക്കുക, ചേർന്ന് വസിക്കുക, ഒന്നായി വസിക്കുക, ഒന്നായിരിക്കുക. അവിടെ രണ്ടില്ലാത്തൊരവസ്ഥ വരുന്നു ഉപവാസത്തിൽ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അവിടെ ഭക്ഷണമായിട്ടോ വേറെ ഒന്നുമായിട്ടും വാസ്തവത്തിൽ ഒരു ബന്ധവും ആ പദത്തിനില്ല. ഉപവാസം എന്ന പദത്തിന് ഭക്ഷണം എന്നുള്ളതുമായിട്ട് യാതൊരു ബന്ധവും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ ഒന്നിച്ച് വസിക്കുക, ഒന്നായി വസിക്കുക, ചേർന്ന് വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒന്നിക്കുക എന്ന് പറയുമ്പോൾ രണ്ടുണ്ടാവണ്ടേ? രണ്ടാണല്ലോ പിന്നെ ഒന്നായി വസിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് എന്താണെന്നുള്ളത് വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ വളരെ വ്യാപ്തിയിലുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ചികിത്സയുടെ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ശരീരവും മനസ്സും ഒന്നായിട്ട് നിൽക്കുന്ന ഒരു സമയം. അതാണ് വാസ്തവത്തിൽ ഉപവാസത്തിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം ഇവിടെ ഫാസ്റ്റിംഗ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമായിരിക്കും, ഉപവാസത്തിലിരിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളെ നമ്മൾ അറിയുന്നു. കൃത്യമായിട്ട് ഞാനിവിടെയുണ്ട് എന്നുള്ളൊരു പ്രസൻറ്റിൽ നിൽക്കാനായിട്ട്. ഇപ്പോൾ ഇന്ന് നമ്മുടെ മനോജ് സാറ് പറയണ്ടായി, മൈൻഡ് ഇപ്പോൾ ബ്ലാങ്കാണ്, ഒന്നുമില്ലല്ലോ, പാസ്റ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല, പ്രസൻറ്റും ഇല്ലേ, ഒന്നുമില്ലാത്ത തരത്തിൽ അത്രയും ഫ്രീ ആയിട്ട്, ഒട്ടും മനസ്സിൻ്റെ തലത്തിൽ ഒരു ഭാരവും ഇല്ലാതെ ഇപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന ഒരേ ഒരു ബോധത്തിൽ മാത്രം നിൽക്കുക. അപ്പോൾ അവിടെ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല, കുടുംബമില്ല, ജോലിയില്ല, കുട്ടികളില്ല, സമൂഹമില്ല, കൂട്ടുകാരില്ല, ഒന്നുമില്ലാതെ ഫുൾ ഫ്രീ ആയിട്ട് ആ ഞാൻ എന്ന് പറയുന്ന ഒരു ബോധത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അവിടെ ശരീരവും മനസ്സും വാസ്തവത്തിൽ ഒന്നായിട്ടാണ് നിൽക്കുന്നത്. മറ്റത് ശരീരം ഇവിടെ ഉണ്ടെങ്കിലും മനസ്സ് പല 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 വിഷയങ്ങളിലൊക്കെ ആയിട്ട് വളരെയധികം എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പോൾ സ്വർണ്ണ ചേച്ചി നാട്ടിലാണെങ്കിലും മൈൻഡ് UK-യിലായിരിക്കും. അവിടുത്തെ വിഷയങ്ങളൊക്കെ ആയിരിക്കാം ഇവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മുടെ എല്ലാവരുടെയും അങ്ങനെ തന്നെ മനസ്സും ശരീരവും. ഇപ്പോൾ ജീവനത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ മുമ്പത്തെ നിമിഷത്തിൽ ചിന്തിച്ച് എത്ര പേരുണ്ടത്? ഇല്ലല്ലോ. ഇപ്പം ഞാനാണ്, ഞാൻ ഇവിടെ ജീവനത്തിൻ്റെ അകത്തിരിക്കുകയാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. നമുക്ക് ഈ പ്രസൻറ്റിനെ കുറിച്ചിട്ട് വാസ്തവത്തിൽ ഒരു ഓർമ്മയും ഇല്ല, ഒരു ബോധവും ഇല്ല. പറയുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഓർമ്മിക്കും, പിന്നെ വീണ്ടും നമ്മുടെ മനസ്സ് സ്റ്റേഷൻ വിടും. അടുക്കളയിൽ നിന്നിട്ട് നമ്മളൊരു ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ക്യാരറ്റിൻ്റെ ഭംഗി, അതിൻ്റെ നിറം, അല്ലെങ്കിൽ അതിൻ്റെ നനവ്, ഇതൊന്നുമല്ലല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. അതൊക്കെ ആര് കണ്ടു? എന്തൊക്കെയോ ഇങ്ങനെ അരിയുന്നു, പാത്രത്തിലേക്ക് വീഴുന്നു എന്നുള്ളതല്ലാതെ നമ്മളിതൊന്നും അറിഞ്ഞുകൊണ്ടോ ആസ്വദിച്ചുകൊണ്ടോ ഒന്നും അല്ല ചെയ്യുന്നത്. കാരണം എന്താ? നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കണമെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെ പ്രസൻറ്റിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെയും അറിഞ്ഞുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട്, ആസ്വദിച്ചുകൊണ്ട് ചെയ്യണമെന്നൊക്കെ, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർക്കാറ് പോലുമില്ല നമ്മൾ. അതല്ലേ വാസ്തവത്തിൽ അങ്ങനെയാണല്ലോ വേണ്ടത്.
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലായിരിക്കണ്ടേ നമ്മുടെ ശ്രദ്ധയും ബുദ്ധിയും മനസ്സും ഒക്കെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതല്ലേ. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ അങ്ങനെയായിരുന്നു. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ഒരു കളിപ്പാട്ടമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊന്നും ആ കുട്ടി ചിന്തിക്കുന്നില്ല. ശ്രദ്ധ പൂർണ്ണമായിട്ടും ആ കളിപ്പാട്ടത്തിൽ തന്നെയായിരിക്കും, അല്ലെ എന്താണോ ചെയ്യുന്നത് അതിൽ. പക്ഷെ നമ്മുടെ മനസ്സ് വേറെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ശരീരം വേറെ മനസ്സ് എന്ന വേറെ എന്നുള്ള രീതിയിൽ സകലരിലും അങ്ങനെ മാറിപ്പോകുന്നു. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് സമയത്ത് ഇത് വീണ്ടും ഒന്നിച്ചു ചേരും.